പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഇതേപോലത്തെ ഇത്തിരി ഗുണ്ടായിസവും ഇത്തിരി റൗഡിത്തരവും ഒക്കെയുള്ള ആളുകളായിട്ട് നമുക്ക് എങ്ങനെ എക്സ്പോഷർ വരുന്നത്? ഐ മീൻ ബോയ്സ് മെയിൻലി അല്ലേ, അവർ കവലയിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചായക്കടയിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുമ്പോൾ ഇപ്പോഴാണ് ഇവരുമായിട്ടൊക്കെ ഇൻട്രാക്ഷൻ വരുന്നത്. ഇന്ന് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഇല്ല. പക്ഷേ ഇൻട്രാക്ഷൻ വരുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ അല്ലാന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ്സ് അല്ലേ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആൾക്കാർക്ക് എന്തും ഏതും സോഷ്യൽ മീഡിയയിൽ തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന സംഭവത്തിൽ അവർ പറയുന്ന വോയിസ് നോട്ട്സ് കേട്ടതെന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് ആക്രമിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളതാണ് അല്ലേ. അതാരായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? അവർക്ക് ലോ ആൻഡ് ഓർഡർ അറിയാവുന്ന ഒരു പ്രായമായിട്ടില്ല അല്ലേ. ആൻഡ് അത് ഒരു ആക്ച്വൽ നോളജ് അല്ല. പക്ഷേ നമ്മളിങ്ങനെ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു റേപ്പിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈം നടന്നു കഴിഞ്ഞ് കുറ്റവാളിയെ പോലീസിന് പിടിക്കാൻ സൗകര്യമില്ലെങ്കിൽ ഇങ്ങോട്ടിട്ടതാ ഞങ്ങൾ തല്ലിക്കൊന്നോളാം, അപ്പോൾ കേസ് വരത്തില്ലല്ലോ എന്ന രീതിയിൽ കമൻറ്റ്സ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ പണ്ടോട്ടേ കാണുന്നത്. ഇതൊക്കെ ഈ കുട്ടികൾ വായിച്ച് കഴിയുമ്പോൾ അവർക്ക് ഇതിൻ്റെ സർക്കംസ്റ്റാൻസസ് അറിയത്തില്ല. അവർ നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ്, അപ്പോൾ അത് തന്നെ അവരിങ്ങനെ പറഞ്ഞ് ശീലിക്കും. ആൻഡ് ഒത്തിരി ആൾക്കാർ ഒരുമിച്ച് നിന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കതൊരു ഹീറോയിക് ആയിട്ട് പറയുന്ന പോലെ അല്ലെങ്കിൽ എനിക്കെന്തോ ഇത്തിരി കൂടുതൽ അറിവുണ്ടെന്ന് പറയുന്ന പോലെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അല്ലാതെ ഇവർക്ക് എന്താ ബുക്ക് വായിച്ചിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്, ഇതല്ലല്ലോ.